അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരന്തരം ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കടങ്ങൾ എന്നത്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കാണാൻ വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു പ്രയാസമാണ്, ഉസ്താദേ വല്ലാത്ത കടങ്ങളാണ്, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ വരെ പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റുകളിൽ ഒരുപാട് ആളുകൾ, ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റുകൾ, ഉസ്താദെ ജീവിക്കാൻ പ്രയാസപ്പെടുന്നു, കടങ്ങളാണ്, പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു, ഇങ്ങനെ തുടങ്ങി പണമില്ലാത്തതിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ വളരെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ആളുകളിൽ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, അയാൾ മുമ്പ് സൗദി അറേബ്യയിൽ നല്ല നിലക്കുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച് നല്ല ഒരു വീട് വെച്ചു നല്ല റാഹത്തായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് അവനെ കടം ബാധിച്ച് ദാരിദ്ര്യത്തിലേക്കങ്ങ് ആഴ്ന്നിറങ്ങി. ആ മനുഷ്യൻ ഇന്ന് ജീവിക്കാൻ വരെ, ഭക്ഷണത്തിന് വരെ പ്രയാസപ്പെടുന്ന ഒരു സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ തുടങ്ങി ലക്ഷങ്ങൾ ഉണ്ടായിരുന്ന പലരും ഇന്ന് പട്ടിണിയിലാണ്. ഈ പട്ടിണി മൂലം പ്രയാസപ്പെടുന്ന, ദാരിദ്ര്യം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും മറ്റു വ്യക്തികളോട് നമുക്കത് പറയാനും മറ്റു വ്യക്തികളുടെ മുന്നിൽ പോയി നമുക്ക് യാചിക്കാനും എല്ലാം മടിയായിരിക്കും. നമ്മുടെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് പലപ്പോഴും മോശമായ ഒരു കാര്യം കൂടിയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇങ്ങനെ കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന, കടങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട, പണമില്ലാത്തതിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത്തരത്തിൽ കടങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമത്തോടെ ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, നമുക്ക് എത്ര ലഭിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തികയാത്ത അവസ്ഥ വരുന്ന ആളുകൾ, ഇന്ന് ഈ രണ്ട് സൂറത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തിൽ നിന്നും അവന് സംരക്ഷണം നൽകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമ്പന്നരായി ജീവിച്ചവരായിരിക്കും. പല നിലക്കുള്ള സമ്പാദ്യങ്ങളും നമ്മൾ നേടിയവരായിരിക്കാം. പക്ഷേ പെട്ടെന്നൊരു സമയത്ത് അല്ലാഹു ആ നിഅമത്തങ്ങ് എടുത്തു കളയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസമുണ്ടാകും. നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആ നിഅമത്തങ്ങ് അല്ലാഹു ഉയർത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പിന്നെ പരാജയത്തിലാകും. ഇതേപോലെ നിഅമത്തുകൾ നിലനിൽക്കാനും നമുക്ക് നൽകിയ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തുകളിൽ ബറക്കത്തുണ്ടാകാനും, ഒരിക്കൽ പോലും പണത്തിന് പ്രയാസപ്പെടാതിരിക്കാനും, സമ്പത്തുകൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കാനും ഈ രണ്ട് സൂറത്തുകൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷവും മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷവും വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് 7 തവണ പാരായണം ചെയ്യുക. ഇത് പാരായണം ചെയ്യേണ്ട രൂപം, വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന് ഓതിയതിൻ്റെ ശേഷം മൂന്നാമത്തെ ആയത്തായ മാ വദ്ദഅക റബ്ബുക വമാ ഖല, ഈ ആയത്ത് 7 തവണ പാരായണം ചെയ്യുക. ഇതിൻ്റെ ശേഷം ആ സൂറത്ത് പൂർത്തീകരിക്കുക. ഈ രൂപത്തിൽ 7 തവണ സുബ്ഹിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷം ഈ സൂറത്ത് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് നിന്റെ ജീവിതത്തിനെ അനുഗ്രഹിക്കുകയും കടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ എന്ന സൂറത്ത് ദിവസവും 1 തവണ നമ്മൾ പാരായണം ചെയ്യുക. ദിവസവും 1 തവണ പാരായണം ചെയ്ത് അർ-റഹ്മാൻ എന്ന സൂറത്തിൽ 29-ാമത്തെ ആയത്ത്
യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. ഈ ആയത്ത് നമ്മൾ 11 തവണ പാരായണം ചെയ്യുക. അതിൻ്റെ ശേഷം അർ-റഹ്മാൻ എന്ന സൂറത്ത് നമ്മൾ പൂർത്തീകരിച്ച് ഓതുക. ഇങ്ങനെ ദിവസവും പതിവാക്കുക. ഈ 2 സൂറത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിനെ തൊട്ട് പണമില്ലാത്തതിൻ്റെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരും. നമ്മൾ വലിയ വലിയ കടങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും. ഈ 2 സൂറത്തുകൾ കൊണ്ട് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് ബറക്കത്തുകൾ നൽകും. ഈ ആയത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ 11 തവണ ഓതുന്ന ഈ ആയത്ത് യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർള്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല ജീവജാലങ്ങളും അള്ളാഹുവിലേക്ക് തേടുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ, എല്ലാ ദിവസവും അള്ളാഹു അത് നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആ കാരുണ്യം നമ്മിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇത്തരത്തിലുള്ള മഹത്വമായ ഈ ആയത്ത് 11 തവണ ഓതിക്കൊണ്ട് അർ-റഹ്മാൻ എന്ന സൂറത്ത് നമ്മൾ ഓരോ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ പ്രയാസം, സമ്പത്തില്ലാത്തതിൻ്റെ പ്രയാസം, ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ട്, കടങ്ങളെ തൊട്ടുള്ള സംരക്ഷണം, ഇതെല്ലാം അള്ളാഹു നിനക്ക് നൽകി അനുഗ്രഹിക്കും. പരിശുദ്ധമായ ഖുർആനിലെ ഈ 2 സൂറത്തുകളിലെ അത്ഭുതങ്ങളുടെ കലവറകളായ 2 ആയത്തുകൾ നമ്മൾ ഈ രൂപത്തിൽ പതിവാക്കിക്കൊണ്ട് ഈ 2 സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സമ്പന്നനാക്കുകയും ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ തന്നെ കടത്തിൻ്റെ കെണിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകും. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.